ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളത്തോട്ടമാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വീടിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് കേട്ടോ നമ്മുടെ അടുക്കളത്തോട്ടം ഉള്ളത്. ഇവിടെ കൂടുതലായിട്ട് പപ്പായയുണ്ട്. ഇവിടെ 2-3-4 മരങ്ങളുണ്ട്. നമ്മൾ കറികൾക്കും മോരുകറി ഉണ്ടാക്കാനും തോരനുണ്ടാക്കാനൊക്കെ നമ്മൾ കപ്പളങ്ങ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്ന പോലെ നല്ല വയലറ്റ് കാന്താരി മുളക്, അതുപോലെ തന്നെ ഈ റംബൂട്ടാൻ 2-3 മരങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായ എല്ലാത്തിനും ഉപകരിക്കുന്നതാണ് കറിവേപ്പില, പിന്നെ ചീര, പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ തെങ്ങ്. 2 തെങ്ങുണ്ട് ഇവിടെ. ചീര നമ്മൾ മിക്കപ്പോഴും ചീരയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഇത് വേറൊരു സൈസ് കറിവേപ്പിലയാണ്. ആദ്യത്തെ ഇലയും ഈ ഇലയും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ. 2-3-4 ഉണ്ട് ഇതും. നമുക്ക് വീട്ടാവശ്യത്തിനായിട്ടുള്ള വാഴപ്പഴം നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ സപ്പോട്ട എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ചിക്കു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൈഡോട് ചേർന്നായിട്ട് നമ്മൾ ഏലക്കയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ആത്തച്ചക്കയാണ്. ആത്തച്ചക്കേൻ്റെ 2 വിധത്തിലുണ്ട്, ചെറുതും ഉണ്ട് വലുതും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ പയർ, കുറ്റിപ്പയറെന്ന് പറയും. ഇത് പൊളിച്ചും എടുക്കാം, അല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ കുറേ പ്രാവശ്യം പയർ തോരൻ, പയർ മെഴുക്കുവരട്ടി എല്ലാം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമ്മുടെ മാവിൽ നല്ല മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ മാങ്ങാച്ചാറൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ ഈ മാങ്ങയെല്ലാം പഴുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറയാൻ മാജിക് ഫ്രൂട്ട് നിങ്ങൾക്കറിയോ? ഇത് ഈ കാണുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുളിയും ഒരു ചവർപ്പൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ നാരങ്ങ അല്ലെങ്കിൽ പുളിയുള്ള എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മധുരമായിട്ടാണ് അനുഭവപ്പെടുക. അതുകൊണ്ടായിരിക്കും ഇതിന് മാജിക് ഫ്രൂട്ട് എന്ന് വിളിച്ചത്. പിന്നെ നമുക്ക് കറി വെക്കാൻ ആവശ്യമായ വഴുതനങ്ങ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ നടുവാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കുക. പരമാവധി പച്ചക്കറികളൊക്കെ നമ്മുടെ വീടിനോട് തന്നെ ചേർന്ന് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ കണ്ടതാണ് കേട്ടോ നമ്മുടെ പച്ചക്കറിത്തോട്ടം. പിന്നെ ഇത് ഈ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഇല പറിച്ചിട്ട് നമ്മളിങ്ങനെ സീൽ കുത്തുമായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.